മോർണിംഗ് മക്കളെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററും കഴിഞ്ഞു, സെക്കൻഡ് ചാപ്റ്ററും കഴിഞ്ഞു അല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാം അല്ലേ, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിനൊരു ആമുഖം അല്ലേ. സെക്കൻഡ് ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം. ആ രണ്ട് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കാണ്, ഉൽപാദനവും ചിലവും. ഇതാണ് ഉൽപാദനവും, മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഉൽപാദനവും ചിലവും. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഉൽപാദനവും ചിലവും, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഉൽപാദനം, ഒരു ഉൽപാദനം നടത്തണമെങ്കിൽ എന്തൊക്കെ ആവശ്യമാണ്? ഒരു ഉൽപാദനം നടത്തണമെങ്കിൽ, ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഇൻപുട്ടുകൾ അല്ലെ, റോ മെറ്റീരിയൽസ് ആവശ്യമാണ് അല്ലെ. അപ്പൊ ഈ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ വിഭവങ്ങളും, എല്ലാ റോ മെറ്റീരിയൽസും എന്താണ്? നിവേശങ്ങൾ അഥവാ ഇൻപുട്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഉൽപാദനത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന എല്ലാ നിവേശങ്ങളും, എല്ലാ വിഭവങ്ങളും നിവേശങ്ങൾ അഥവാ ഇൻപുട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇൻപുട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവേശങ്ങൾ, ഇൻപുട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉൽപാദനത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന എല്ലാ വിഭവങ്ങളും എന്താണ്? ഇൻപുട്സ് ആണ് അല്ലെ. അപ്പൊ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടന അല്ലെ. ഇതെന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഈ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഉൽപാദക ഘടകങ്ങൾ അല്ലെ. ഈ ഉൽപാദന ഘടകങ്ങളെല്ലാം എന്താണ്? നിവേശങ്ങളാണ്, ഇൻപുട്സുകളാണ്. അപ്പൊ ഈ ഉൽപാദന ഘടകങ്ങൾ, അപ്പൊ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്ന എല്ലാ വിഭവങ്ങളും എന്താണ്? നിവേശങ്ങളാണ്. ഉൽപാദനത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന എല്ലാ വിഭവങ്ങളും എന്താണ്? നിവേശങ്ങളാണ്. ഓക്കെ. അപ്പോ റോ മെറ്റീരിയൽസ്, അതായത് ഭൂമി, ലാൻഡ്, ക്യാപിറ്റൽ, അതുപോലെ ലാൻഡ്, ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഓർഗനൈസർ, അതുപോലെ ഭൂമി അല്ലെ, ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം, ലാൻഡ്, അതുപോലെ തന്നെ ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ എന്നിവയെല്ലാം എന്താണ്? നിവേശങ്ങളാണ്. ഓക്കെ. അപ്പൊ ഈ നിവേശങ്ങളെ ഉൽപ്പന്നമാക്കി മാറ്റുന്ന പ്രക്രിയ, ഇപ്പൊ ഈ ഇൻപുട്ടുകൾ നമ്മൾ പറഞ്ഞു അല്ലെ, ഈ ഇൻപുട്ടിനെ ഉൽപ്പന്നമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത്? ഉൽപാദനം. ഇൻപുട്ടുകൾ ഇപ്പൊ ഏതൊക്കെയാണെന്ന് അറിയാം. എന്താണ്? ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും എന്താണ്? ഇൻപുട്ടുകൾ അഥവാ നിവേശങ്ങളാണ്. ഈ നിവേശങ്ങളെ, ഈ ഇൻപുട്ടുകളെ ഉൽപ്പന്നമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ നിവേശങ്ങളെ ഉൽപ്പന്നമാക്കി മാറ്റുന്ന പ്രക്രിയക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉൽപാദനം എന്ന് പറയുന്നത്. അപ്പൊ ഉൽപ്പന്നവും നിവേശങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് എന്ത് പറയുന്നത്? ഉൽപാദന ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഉൽപ്പന്നം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ, ഒരു വസ്തു ഉണ്ടാക്കി കഴിഞ്ഞാല് ഉൽപ്പന്നവും നിവേശങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് എന്ത് പറയുന്നത്? ഉൽപാദന ധർമ്മം അഥവാ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഉൽപ്പന്നങ്ങളും അതുപോലെ നിവേശങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് എന്ത് പറയുന്നത്? ഉൽപാദന ധർമ്മം അഥവാ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Q is function of, Q എന്ന് പറയുന്നത് ഉൽപ്പന്നം അല്ലെ, ഫംഗ്ഷൻ ഓഫ് K T L K L T K L T K L T K L T. Q is the function of K L T. ഇപ്പൊ K എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്യാപിറ്റൽ, L എന്ന് പറഞ്ഞ ലേബർ, T എന്ന് പറഞ്ഞാൽ അറിയാം എന്താ? ടെക്നോളജി അല്ലെ. അതായത് ക്യാപിറ്റൽ, ലേബർ, സംഘാടന, മൂലധനം, സംഘാടന, അതിനാണ് T, KLT. അപ്പൊ ഈ Q is the function of KLT, അല്ലെങ്കിൽ X1 X2 എന്ന് പറയാറുണ്ട്. അപ്പൊ എന്താണ്? ടെക്നോളജിക്കാണ് T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതിക വിദ്യ അല്ലെ. അപ്പൊ K എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ, ലേബർ, ടെക്നോളജി. ഇതൊക്കെ എന്താണ്? ഉൽപ്പന്നത്തിൽ ഉപയോഗിക്കുന്ന നിവേശങ്ങളാണ്. ഈ നിവേശങ്ങളും അതുപോലെ തന്നെ ഈ Q എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധത്തെയാണ്, ഈ ഉൽപ്പന്നവും അതുപോലെ KLT തമ്മിലുള്ള ബന്ധത്തെയാണ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അഥവാ ഉൽപാദന ധർമ്മം. ഇതാണ് ഉൽപാദന ധർമ്മം.
ഉൽപാദന ധർമ്മം കണ്ടു പഠിക്കാനുള്ള ആ ധർമ്മം കാണിക്കുന്ന ഇക്വേഷൻ ആണ് Q is the function of KLT. എന്താണ് Q is the function of KLT. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഉൽപാദനവും ചിഹ്നം ചാപ്റ്ററിൽ നിവേശങ്ങൾ എന്താന്ന് പറഞ്ഞു അല്ലെ. എന്താ ഇൻപുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും എല്ലാ വിഭവങ്ങളും എന്താണ്? നിവേശങ്ങളാണ് അല്ലെ. ഈ നിവേശങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഉൽപാദിപ്പിക്കുന്ന സൃഷ്ടിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും എന്ത് പറയുന്നു? ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നു അല്ലെ. ഉൽപ്പന്നം അല്ലെ. ഈ ഉൽപ്പന്നങ്ങളും നിവേശങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് എന്ത് പറയുന്നത്? ഉൽപാദന ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ 3 പോയിന്റുകൾ ഓർത്തു വെക്കുക. ഉൽപാദന ധർമ്മത്തിന്റെ ഇക്വേഷൻ ആണ് Q is the function of KLT. ഓക്കെ. ഇനി നമ്മള് ഇതില് ഹ്രസ്വ കാലയളവുമുണ്ട് ദീർഘകാലയളവുമുണ്ട്. ഒരു ഉൽപാദനം നടത്തുമ്പോൾ അത് ഹ്രസ്വ കാലയളവിൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും? ദീർഘകാലയളവ്. എന്താണ് ഹ്രസ്വ കാലയളവ്, എന്താണ് ദീർഘകാലയളവ്? ഓക്കെ. ഷോർട്ട് റണ്ണും അതുപോലെ ലോങ് റണ്ണും. ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. ലോങ് റൺ ഹ്രസ്വ കാലയളവും ദീർഘകാലയളവും. എന്താ ഹ്രസ്വ കാലയളവ് ദീർഘകാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഷോർട്ട് റണ്ണും ലോങ് റണ്ണും. അപ്പൊ എന്താണ് ഹ്രസ്വ കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഹ്രസ്വകാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? കുറഞ്ഞ കാലഘട്ടം അല്ലെ. അപ്പൊ ഈ നിവേശങ്ങൾ തന്നെ അതിന് മുമ്പ് നമ്മൾ ഹ്രസ്വ കാലഘട്ടം ദീർഘകാലഘട്ടം പറയുന്നതിന് മുമ്പായിട്ട് നിവേശങ്ങൾ നമ്മൾ പൊതുവെ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. നിവേശങ്ങൾ അഥവാ ഇൻപുട്ടുകളെ പൊതുവെ 2ആയി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് വേരിയബിൾ ഇൻപുട്ടും ഉണ്ട്, മറ്റൊന്ന് ഫിക്സഡ് ഇൻപുട്ടും ഉണ്ട്. എന്താണ്? വേരിയബിൾ ഇൻപുട്ടും ഉണ്ട്, ഫിക്സഡ് ഇൻപുട്ട്. വേരിയബിൾ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഭേദക നിവേശങ്ങൾ. എന്താണ്? വേരിയബിൾ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഭേദക നിവേശങ്ങൾ. ഫിക്സഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാല് സ്ഥിര നിവേശങ്ങൾ. വേരിയബിൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാല് വിഭേദക നിവേശങ്ങൾ, ഫിക്സഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാല് സ്ഥിര നിവേശങ്ങൾ. ഇത് രണ്ടും ഏതിലുണ്ട്? ഇൻപുട്ടുകളിലുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ, മറക്കരുത്. വേരിയബിളും ഉണ്ട്, ഫിക്സഡ് ഉണ്ട്. ഫിക്സഡ് ഇൻപുട്ടും ഉണ്ട്, വേരിയബിൾ ഇൻപുട്ടും ഉണ്ട്. ഫിക്സഡ് ഇൻപുട്ടും ഉണ്ട്, വേരിയബിൾ ഇൻപുട്ടും ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ വേരിയബിൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാല് വിഭേദക നിവേശങ്ങളും, ഫിക്സഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാല് സ്ഥിര നിവേശങ്ങളും. ഇത് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. വേരിയബിൾ എന്ന് പറഞ്ഞാൽ വിഭേദക നിവേശങ്ങൾ, ഫിക്സഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാല് സ്ഥിര നിവേശങ്ങൾ. ഓക്കെ. അപ്പൊ ഇത് രണ്ടും വെച്ചുകൊണ്ടാണ് നമ്മൾ ഹ്രസ്വ കാലയളവും ദീർഘകാലയളവും കണക്കാക്കുന്നത്. ഹ്രസ്വ കാലയളവില് വേരിയബിൾ ഇൻപുട്ട് ഉണ്ടായിരിക്കും, ഫിക്സഡ് ഇൻപുട്ട് ഉണ്ടായിരിക്കും. ഇനി രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഹ്രസ്വ കാലയളവും ദീർഘകാലയളവും. ശ്രദ്ധിച്ച് കേൾക്കുക, സിമ്പിൾ ആണ്. ഹ്രസ്വ കാലയളവും ദീർഘകാലയളവും കാലങ്ങളെ നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹ്രസ്വ കാലയളവ് പ്രൊഡക്ഷന് ഉപയോഗിക്കുന്ന കാലഘട്ടത്തെ, ആ കാലഘട്ടത്തില് ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് പ്രൊഡക്ഷൻ ഉൽപ്പന്നമാക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ആ കാലഘട്ടത്തെ നമ്മൾ എന്താണ് ഹ്രസ്വ കാലയളവെന്നും ദീർഘകാലയളവെന്നും 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഹ്രസ്വ കാലയളവില് ഇൻപുട്ടുകള് വേരിയബിൾ ഉണ്ടായിരിക്കും, ഫിക്സഡ് ഉണ്ടായിരിക്കും. വിഭേദകം, വേരിയബിൾ എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റുന്ന ഇൻപുട്ടുകൾ. ചില ഇൻപുട്ടുകൾ എന്താ നമുക്ക് മാറ്റാം. ഇപ്പൊ ലേബേഴ്സിന്റെ എണ്ണമാണെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം. അങ്ങനെയുള്ളതാണ് എന്ത്? വിഭേദക നിവേശങ്ങൾ. ഇനി ഫിക്സഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സ്ഥിരമായുള്ളതാണ്. ഐറ്റങ്ങൾ നമുക്ക് എങ്ങനെയായാലും നമുക്ക് എന്താണ് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഹ്രസ്വ കാലയളവില് എന്ത് രണ്ടും ഉണ്ടായിരിക്കും. ഈ ഷോർട്ട് റണ്ണില്, ഓക്കെ, ഷോർട്ട് റണ്ണില് ഇത് രണ്ടും ഉണ്ടായിരിക്കും. വേരിയബിൾ ഇൻപുട്ട് ഉണ്ടായിരിക്കും, ഫിക്സഡ് ഇൻപുട്ട് ഉണ്ടായിരിക്കും. ഷോർട്ട് റണ്ണില് വേരിയബിൾ ഇൻപുട്ട് ഉണ്ടായിരിക്കും, ഫിക്സഡ് ഇൻപുട്ട് ഉണ്ടായിരിക്കും. ഓക്കെ. അതായത് നമുക്കറിയാം എന്താണ്, നമുക്ക് കുറച്ച് കാലയളവാണ് നമ്മൾ ഒരു ഉൽപ്പന്നത്തിന്റെ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോഡക്റ്റിന്റെ ഉൽപാദനത്തിന് നമുക്ക് എന്താണ് കുറച്ച് കാലഘട്ടമാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ഒരിക്കലും എന്താണ് എല്ലാ നിവേശങ്ങളെയും മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ചിലത് നമുക്ക് സ്ഥിരമായിട്ടുള്ളത് ഉണ്ടാവും, ചിലതിന് നമുക്ക് മാറ്റാൻ പറ്റും. കാരണം എന്താണ്, ഇപ്പൊ നമുക്ക് ഒരു ബെഞ്ച് ഡെസ്ക് ഉണ്ടാക്കാൻ ഒരു 5 ദിവസം കൊണ്ട് ഒരു ബെഞ്ച് ഡെസ്ക് ഉണ്ടാക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, തൊഴിലാളികളുടെ എണ്ണം വേണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം. അപ്പൊ എന്താണ്, നമുക്ക് വേരിയബിൾ ഇൻപുട്ട് ആണത്. എന്താണ്, നമുക്ക് എന്താണ് ചിലപ്പോൾ മാറ്റം വരുത്താം.
ചിലതിനെ മാറ്റം വരുത്തണ്ട, സ്ഥിരമാക്കി നിർത്താം. അപ്പൊ എന്താണ്, മെഷീൻസ് ഒക്കെ നമുക്ക് സ്ഥിരമുള്ളതാണ്, അതിനൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഇൻപുട്ടുകൾ ഉണ്ടായിരിക്കും, അതുപോലെ മാറ്റാൻ പറ്റുന്ന ഇൻപുട്ടുകൾ ഉണ്ടായിരിക്കും. അതാണ് വേരിയബിൾ ഇൻപുട്ട്, മാറ്റാൻ പറ്റുന്നത്. മാറ്റാൻ പറ്റാത്തതാണ് ഫിക്സഡ് ഇൻപുട്ട്. അപ്പൊ കുറച്ച് കാലഘട്ടം ആകുമ്പോൾ നമുക്ക് എല്ലാത്തും എന്തായിരിക്കും, വേരിയബിൾ ഇൻപുട്ട് ഉണ്ടായിരിക്കും, ഫിക്സഡ് ഇൻപുട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഷോർട്ട് റണ്ണിൽ. ഇനി ലോങ് റണ്ണില് എല്ലാതും എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, ലോങ് റണ്ണിൽ എല്ലാതും എല്ലാ ഇൻപുട്ടുകളും എന്തായിരിക്കും, ഫിക്സഡ് ഇൻപുട്ടുകൾ, സ്ഥിര നിവേശങ്ങളായിരിക്കും. ലോങ് റണ്ണിൽ എല്ലാ ഇൻപുട്ടുകളും സ്ഥിര നിവേശങ്ങളായിരിക്കും, അഥവാ ഫിക്സഡ് ഇൻപുട്ടുകൾ. അപ്പൊ നമുക്ക് കുറെ സമയം നമ്മുടെ മുന്നിൽ കിട്ടുന്നുണ്ട്, ചിലപ്പോൾ വർഷങ്ങൾ. അതാണ് ലോങ് റൺ എന്ന് പറയുമ്പോൾ. ചില വർഷം, 1-2 വർഷത്തിന്റെ ഉള്ളിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, എല്ലാം സ്ഥിരമുള്ളതാണ് അല്ലെ, എല്ലാം എന്താണ്, ഫിക്സഡ് ആണ്. അപ്പൊ ഫിക്സഡ് ഇൻപുട്ടുകളായിരിക്കും ഏതിലുണ്ടായിരിക്കുക, ലോങ് റണ്ണില് ഉണ്ടായിരിക്കുക. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്താണ്, ബിൽഡിംഗ് വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എന്താ പറഞ്ഞ്, ഷോർട്ട് റണ്ണില് വേരിയബിൾ ഇൻപുട്ട് ഉണ്ടായിരിക്കും, ഫിക്സഡ് ഇൻപുട്ട് ഉണ്ടായിരിക്കും. എല്ലാം മാറ്റാൻ പറ്റില്ല അല്ലെ, ചിലതിനൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇനി ലോങ് റണ്ണില് ഇപ്പൊ ഞാൻ പറഞ്ഞൊന്ന് മാറിപ്പോയിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ ലോങ് റണ്ണിൽ എന്താണ്, എല്ലാ ഇൻപുട്ടുകളും എന്തായിരിക്കും, വേരിയബിൾ ഇൻപുട്ട് ആയിരിക്കും, ഫിക്സഡ് അല്ല. ഓക്കെ, വേരിയബിൾ ഇൻപുട്ട് ആയിരിക്കും, വിഭേദക നിവേശങ്ങളാണ്. കാരണം എന്താണ്, നമുക്ക് എന്താണ്, കുറെ കാലഘട്ടം നമ്മുടെ മുന്നിൽ കിട്ടുന്നുണ്ട് അല്ലെ, കുറെ സമയം നമ്മുടെ മുന്നിൽ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പൊ 2-3 വർഷം കൊണ്ട് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വസ്തുക്കളെയും മാറ്റിക്കൂടെ, എല്ലാ വസ്തുക്കളും മാറ്റാം. വേണമെങ്കിൽ ബിൽഡിംഗ് തന്നെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് അവിടെ ഉൽപ്പന്നം നടത്താം അല്ലേ, ഉൽപാദനം നടത്താം. അപ്പോ അങ്ങനെയുള്ള കാലഘട്ടം നമുക്ക് കുറേ സമയം നമ്മുടെ മുന്നിൽ കിട്ടുമ്പോൾ എല്ലാ ഇൻപുട്ടുകളും അവിടെ എന്തായിരിക്കും, വിഭേദകങ്ങളായിരിക്കും, അഥവാ വേരിയബിൾ ഇൻപുട്ട് ആയിരിക്കും. ഓക്കെ, ലോങ് റണ്ണില് എല്ലാ ഇൻപുട്ടുകളും വേരിയബിൾ ഇൻപുട്ടും, ഷോർട്ട് റണ്ണില് ചില ഇൻപുട്ടുകൾ വേരിയബിളും, ചിലത് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അപ്പൊ എന്താണ്, കുറച്ച് കാലഘട്ടം നമ്മുടെ മുന്നിൽ കിട്ടുമ്പോൾ നമുക്ക് എന്താണ്, എല്ലാത്തിനും മാറ്റാൻ പറ്റില്ല. അപ്പൊ ചിലത് അവിടെ സ്ഥിരമായിട്ടുള്ളത് ഉണ്ടായിരിക്കും, ചിലത് എന്തായിരിക്കും, വേരിയബിളും ആയിരിക്കും, വിഭേദകങ്ങൾ അഥവാ മാറ്റാൻ പറ്റുന്നതായിരിക്കും. ഇനി ലോങ് റണ്ണില് കുറെ സമയം നമ്മുടെ മുന്നിൽ കിട്ടുന്നത് കാരണം നമുക്ക് എല്ലാ നിവേശങ്ങളും, എല്ലാ ഇൻപുട്ടുകളെയും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റം വരുത്താം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മള് ഉൽപാദനവും ചിലവുന്നുള്ളതിൽ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും 2 കാലഘട്ടത്തിലെ നമ്മള് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഇതില് മൊത്തം ഉൽപ്പന്നമുണ്ട്, ശരാശരി ഉൽപ്പന്നമുണ്ട്, സീമാന്ത ഉൽപ്പന്നമുണ്ട്. അതെന്താന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ.